അസ്സലാമു വെൽക്കം ടു shainus.com. ആദ്യം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് പായസമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ച് ക്യാരറ്റ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പൊടിയായി അരിഞ്ഞാൽ ശരിയാവില്ല, നമുക്കിത് ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം. എന്നാലേ പാലിൽ വേവിക്കുമ്പോൾ അതിനോട്ട് മിക്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ക്യാരറ്റ് മൊത്തം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ക്യാരറ്റ് എല്ലാം ഇവിടെ ഗ്രേറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ലിറ്റർ പാലാണ്. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാലാണ് ക്യാരറ്റിലേക്ക് എടുക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ക്യാരറ്റ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ക്യാരറ്റിലെ ജലാംശം മുഴുവനും വറ്റിപ്പോകണം. ഈ സമയത്ത് ഞാൻ പാല് തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ക്യാരറ്റിലെ വെള്ളമൊക്കെ വറ്റിയപ്പോൾ ക്യാരറ്റ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി വേവിക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കുക. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. അല്പം അണ്ടിപ്പരിപ്പും ബദാമും നന്നായി പൊടിച്ച് വെച്ചതാണിത്. ഇത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടെ മധുരം നോക്കിയിട്ട് വേണം നമ്മൾ ആദ്യം പഞ്ചസാര ചേർക്കേണ്ടത്. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ, 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കലക്കിയതാണ്. ഞാൻ പാലിൽ നിന്ന് കുറച്ച് പാൽ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാലിൽ 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ വനില ഫ്ലേവറിലാണ് എടുത്തിട്ടുള്ളത്. അത് കലക്കി ഇതിനകത്തോട്ട് ഒഴിക്കാം. കസ്റ്റാർഡ് പൗഡർ കൂടി പോകരുത്. ആവശ്യമുള്ളവർക്ക് ഇതിനകത്തോട്ട് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കസ്റ്റാർഡ് പൗഡർ ചേർത്തത് വാനില ഫ്ലേവർ കിട്ടാൻ വേണ്ടി. നിങ്ങൾ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കോൺഫ്ലവർ അല്പം പാലിൽ മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിന് മുകളിലായി അല്പം അണ്ടിപ്പരിപ്പും ബദാമും ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം. ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചൂടറിയുന്ന ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ അത് ചൂടോടെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. അല്ലാത്തവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.